السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ അതിലെ മഹത്വവും അതുക്ക് ഉള്ളങ്ങനത്തെ പ്രാധാന്യത്തെ ഇട്ടിക്കിരുന്നങ്ങ ഇന്നലെ വിശദീകരിച്ച് വലിയ മഹത്വമുള്ളങ്ങനത്തെ വലിയ പ്രാധാന്യത്തുള്ളങ്ങനത്തെ 2 ആയത്തുകളാണ്. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവർക്ക് കേട്ട് ഒരു സ്വഹാബി, യാ റസൂലല്ലാഹ് അയ്യു സൂറത്തിൽ ഖുർആനി അഅ്ളം, ഖുർആനിൽ ഏറ്റവും പ്രാധാന്യമുള്ളങ്ങനത്തെ സൂറത്ത് ഏത് നബിയെ? അപ്പൊ നബി തങ്ങൾ ചൊന്നു ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ആയിട്ടിക്കറ് സൂറത്തുകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത്. പിന്നെ നബി തങ്ങളുടെ കേട്ടായാല് ഫഅയ്യു ആയത്തിൻ ഫിൽ ഖുർആനി അഅ്ളം, ആയത്തുകൾ വെച്ച് ഏറ്റവും മഹത്വമുള്ളങ്ങനത്തെ ആയത്ത് ഏത് നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു കൊടുത്തു ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങണങ്ങനത്തെ ആയത്തുൽ കുർസി ഇട്ടിക്ക് ഏറ്റവും മഹത്വമുള്ള ആയത്തുണ്ട്. പിന്നെ അയാൾ കേട്ട് ഫഅയ്യു ആയത്തിൻ യാ നബിയല്ലാഹി തുഹിബ്ബു അൻ തുസീബക വ ഉമ്മതക, ഓ നബിയെ ഖുർആനിൽ ഒരു ആയത്ത്, ആ ആയത്ത് നിങ്ങൾക്കും നിങ്ങളെ ഉമ്മത്തുക്കും ആ ആയത്ത് കൊണ്ടുള്ള അങ്ങനത്തെ എല്ലാ ഫലവും നിങ്ങൾ കിട്ടണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടങ്ങനത്തെ ഒരു ആയത്ത് ഏത് നബിയുണ്ട്? അതായത് ഖുർആനിലൊരു ആയത്ത്, ആ ആയത്തിലെ ഫലങ്ങ, ആ ആയത്തിൽ നിന്ന് കിട്ടങ്ങനത്തെ റിസൾട്ടുങ്ങ നിങ്ങൾക്കും നിങ്ങളുടെ ഉമ്മത്തുക്ക് കിട്ടണമെന്ന് നിങ്ങൾ വലിയ നിലക്ക് ആഗ്രഹിക്കണങ്ങനത്തെ ഒരു ആയത്ത് ഏത് നബിയുണ്ട് കേട്ടു. അപ്പ നബി തങ്ങ ചൊല്ലുന്നു ഖാല ഖാതിമത്തു സൂറത്തിൽ ബഖറത്തി, അത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുങ്ങായിട്ടിക്കറ്. ഫഇന്നഹാ മിൻ ഖസാഇനി റഹ്മത്തില്ലാഹി തആല, കാരണം ആ ആയത്തുങ്ങ, അതായത് ഇപ്പൊ ഞങ്ങൾ ചൊന്നിട്ടുള്ള അങ്ങനത്തെ ആമർ റസൂൽ പിടിച്ചിട്ടുള്ള അങ്ങനത്തെ 2 ആയത്തുങ്ങ അല്ലാഹു തആലയുടെ നിധികളിൽ പെട്ടങ്ങനത്തെ വലിയൊരു നിധിയേറ്റിക്കറ്. മിൻ തഹ്തി അർശിഹി, അല്ലാഹുടെ അർശിയുടെ കീഴിലുള്ള അങ്ങനത്തെ വലിയ നിധി കൂമ്പാരത്തിൽ നിന്നിട്ടുള്ള അങ്ങനത്തെ ഒരു നിധിയേറ്റിക്കറ് ഈ ആയത്തുങ്ങ. അഅ്താഹാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തുക്ക് മാത്രമാണ് അല്ലാഹു തആല അങ്ങനെ ഒരു വിശേഷമായ ഒരു കാര്യം കൊടുത്തത്. ലം തത്റുക് ഖൈറൻ മിൻ ഖൈരി ദുനിയ വൽ ആഖിറതി ഇല്ല ഇസ്തമലത അലൈഹി, ഈ 2 ആയത്തുങ്ങ, ഈ അവസാനത്തെ ആയത്തുങ്ങ ദുനിയാവുടെയും ആഖിറത്തിലുള്ള അങ്ങനത്തെ ഒരു ഖൈറും ബാക്കി വെച്ചിട്ടിക്കാല, എല്ലാ ഖൈറുങ്ങ ദുനിയാവുടെയും ആഖിറത്തിലുള്ള എല്ലാ ഖൈറുങ്ങവും പിന്നെ ഇൻക്ലൂഡ് ആക്കി അങ്ങനത്തെ എല്ലാ ഖൈറുങ്ങളെ ഉൾക്കൊള്ളിച്ചങ്ങനത്തെ ആയത്തുങ്ങേട്ടിക്കറി 2 ആയത്തുങ്ങാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അപ്പൊ അത്രയും മഹത്വമുള്ള അങ്ങനത്തെ, അത്രയും പ്രധാനപ്പെട്ട അങ്ങനത്തെ എല്ലാ ദുനിയാവുടെയും ആഖിറത്തെ എല്ലാ ഖൈറാത്തുങ്ങ ഉൾക്കൊള്ളിച്ചങ്ങനത്തെ ആയത്തുകളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2 ആയത്തിനെ പരിചയപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഞങ്ങ ഹദ്ദാദ് ഓതുമ്പോ ആ ഹദ്ദാദില് ഈ 2 ആയത്തുങ്ങളെ മഹാനായ ഹദ്ദാദ് തങ്ങൾ ഉൾപ്പെടുത്തിയത്. ഇന്നലെ ഒരു ഹദീസ് നിങ്ങൾ ചൊന്നല്ലേ, ഒരാള് ഒരു ജാവ് ഈ 2 ആയത്ത് ഓതിയെങ്കിൽ അവന്റെ സംരക്ഷണക്ക്, അവന്റെ പ്രൊട്ടക്ഷനക്ക് ഈ 2 ആയത്ത് മെയ്യാവൂ.
അപ്പൊ ജാവ് ഓതോന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങൾ ദിക്റിങ്ങ ക്രോഡീകരിച്ചങ്ങനത്തെ ജാവുകും പോലുകുമെല്ലാം ചൊല്ലണായെ അദ്കാറുങ്ങ ക്രോഡീകരിച്ചങ്ങനത്തെ ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങ ഈ ജണ്ട ആയത്തുങ്ങളെ ജാവുകു ചൊല്ലങ്ങനത്തെ ഹദ്ദാദിൽ ഉൾപ്പെടുത്തി റാത്തിബുൽ ഹദ്ദാദ്. അപ്പൊ എല്ലാ മനുഷ്യಗೂ ದುನಿಯಾವಿലും ಆಖರത്തിലും ಅವನಿಗೂ ಬೇಣಾಯ ವಿಷಯಂಗ ಅವನಿಗೂ വളരെ പ്രധാനപ്പെട്ട അവന്റെ വിജയത്തിക്ക് കാരണമാവുടങ്ങനത്തെ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയങ്ങനത്തെ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയങ്ങനത്തെ ജണ്ടായത്തുകളാണ്. ഞങ്ങൾ ഇന്നലെ അതിലെ അർത്ഥ സംക്ഷിപ്തമായിട്ട് വിവരണാക്കിയ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ആമന റസൂൽ റസൂൽ ആയങ്ങനത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമ്പിക്ക വെച്ചിര് വിശ്വസിച്ചിര് വിശ്വാസ വെച്ചിര്. എന്തുകൊണ്ട് വിശ്വസിച്ചിര്? ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, ആ നബിക്ക് തന്റെ റബ്ബുടെ ഭാഗത്തിൽ നിന്ന് കിട്ടിയങ്ങനത്തെ എല്ലാ കാര്യങ്ങളെ കൊണ്ടിട്ടു. പ്രത്യേകമായിട്ട് ഖുർആൻ കൊണ്ടിട്ടു. റബ്ബുടെ ഭാഗത്തിൽ നിന്ന് കിട്ടിയങ്ങനത്തെ ഖുർആൻ എന്ന മഹത് ഗ്രന്ഥ കൊണ്ടിട്ടും അതുപോലെ റബ്ബുടെ ഭാഗത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു കിട്ടിറ അല്ലാഹു തആല നബി തങ്ങു പഠിപ്പാട്ടിറാണ്. അതുകൊണ്ട് നബി തങ്ങ ഈമാന് വെച്ചിറ്. നബി തങ്ങ മാത്രല്ല വൽ മുഅ്മിനൂൻ, നബി തങ്ങളൊട്ടിಗೆ ಸೇರಿ അങ്ങനത്തെ മുഅ്മിനീങ്ങും അതുകൊണ്ടിട്ട് വിശ്വസിച്ചിറാറ്. ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ച ഇതൊരു അല്ലാഹു തആല ഇസ്രാ മിഅ്റാജിലെ ആ മഹോന്നതമായ യാത്രയില് അള്ളാഹുടെ മുട്ട പോയങ്ങനത്തെ യാത്രയില് നബിത്തങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതുപോലെ കൊടുത്തങ്ങനത്തെ ആയത്തുങ്ങളാണ്. ഈ പലക്കത്തെ ഒരു മഹത്വ ഇങ്ങനെ ഒരു അള്ളാഹു തആല ചൊന്നങ്ങനത്തെ ഈ ഒരു ഘോഷണയുടെ നബിത്തങ്ങവും നബിത്തങ്ങളൊട്ടിക്കുള്ളങ്ങനത്തെ അനുയായിങ്ങ പക്കാ ഈമാനുള്ളങ്ങനത്തെ ആൽമാറായിട്ടിക്കറാറ് ചൊല്ലൊരു ഘോഷണ ഉണ്ടല്ലേ, അതിന്റെ മഹത്വ ഇമ്പോർട്ടൻസ് ഞങ്ങൾ അർത്ഥാവനുണ്ടായെങ്കിൽ സൂറത്തുൽ ബഖറയുടെ ಇದಕ್ಕೆ മുന്നിൽ ಬಂದಂತೆ ആയത്തുങ്ങളെല്ലാം ഒന്ന് ഞങ്ങൾ കണ്ണോടിച്ച് നോക്കണം. സൂറത്തുൽ ബഖറയുടെ അള്ളാഹു താല തുടക്കത്തില് മുഅ്മിനീങ്ങളെ ഗുണവിശേഷത്തെങ്ങല്ലേ അള്ളാഹു താല വിശദീകരിച്ചേ. മുഅ്മിനീങ്ങ എങ്ങനെയാവുന്നു? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഈമാൻ ഫസ്റ്റ് ഗൈബുൽ ഈമാൻ വേണം. വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ചൊന്നിട്ട് മുഅ്മിനീങ്ങളെ വിശേഷത്താണ് അള്ളാഹു താല ചൊന്നത്. പിന്നെ അള്ളാഹു താല കാഫിരീങ്ങളെ വിഷയം അള്ളാഹു താല ചൊന്നറ ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻസിറുഹും ലാ യുഅ്മിനൂൻ. കാഫിരീങ്ങളെ കാര്യത്തിൽ ഓ നബിയെ നിങ്ങാങ്ങുകു ദഅവത്താക്കിയെങ്കും സമ ദഅവത്താക്കില്ലെങ്കും അങ്ങ് വിശ്വസിക്കുക പോണില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം, അങ്ങനെ കാതുകും കണ്ണുകെല്ലാം അള്ളാഹു തആല കൽബുകെല്ലാം സീലിട്ടതുപോലെ ആയിട്ടുണ്ടു. അങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ ബന്ധയിടെല്ലാം എന്നും കേക്കുക അങ്ങ് റെഡി ആയിട്ടില്ല എന്ന രൂപത്തിൽ കാഫിരീങ്ങളെ ಬಗ್ಗೆ അള്ളാഹു താല വിശദീകരിച്ച. പിന്നെ അള്ളാഹു താല വിശദീകരിക്കല് മുനാഫിഖീങ്ങളെ ಬಗ್ಗೆ ആയിട്ടിക്കറ്. മുനാഫിഖീങ്ങളെ കുറിച്ചിട്ടാണ്. പ്രത്യക്ഷത്തില് മുഅ്മിനീട്ട് കാട്ടിട്ട് ഉൽഗത്തില് കുഫർ വെച്ച് നടക്കണങ്ങനത്തെ മുനാഫിഖീങ്ങളെ ಬಗ್ಗೆ. ആ മുനാഫിഖീങ്ങ ഓർക്ക ചിലപ്പോ കാഫിരീങ്ങളെ മുട്ട പോണ്ടാറ് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിണ്ടാവുമ്പോ മുഅ്മിനീങ്ങളൊട്ടിಗೆ ഇക്കിടാറ് അങ്ങ നരകത്തെ അടിത്തട്ടിലാണെന്നെല്ലാം ചൊന്നിട്ടു മുനാഫിഖീങ്ങളെ ശക്തമായിട്ട് വിമർശാക്കണങ്ങനത്തെ ആയത്തുകളാണ് പിന്നെ നമുക്ക് കാണണ്ടേ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമുടെ വിഷയവും സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം പുറത്തു പറഞ്ഞായ ആ സന്ദർഭമെല്ലാം വിവരണാക്കിയിട്ട് സുദീർഘമായിട്ട് പിന്നെ അള്ളാഹു തആല വിശദീകരിക്കേ മൂസാ നബി അലൈഹിസ്സലാമുടെ കൗമായിട്ട് ഇന്നങ്ങനത്തെ ബനു ഇസ്രായേലിന്റെ ബഗ്ഗെയാണ്. ബനു ഇസ്രായേലിന്റെ ബഗ്ഗെയുള്ള അങ്ങനത്തെ വിശദമായ വിവരണയാണ് പിന്നെ അള്ളാഹു തആല ചൊല്ലുന്നത്. എന്തിനാണ് ഈ തുടക്ക ഭാഗത്തിലെ ബനു ഇസ്രായേലിന്റെ അള്ളാഹു താല പരിചയപ്പെടുത്തേ. ആരാണ് ബനു ഇസ്രായേൽ ചൊന്നെങ്കിൽ? ഇസ്രായേലിന്റെ മക്ക. ഇസ്രായേൽ ചൊന്നെങ്കാറ് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമുള്ളങ്ങനത്തെ പിന്നൊരു പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹിസ്സലാമുടെ സന്താന പരമ്പരയിൽ ബണ്ടാൽമാരാണ് ബനു ഇസ്രായേൽ ചൊല്ലത്. അപ്പൊ ഖുർആനിൽ ബനു ഇസ്രായേൽ ചൊല്ലുമ്പോ
അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കടെ യഹൂദിങ്ങവും നസ്വാറാക്കളാണ്. അഹ്ലുൽ കിതാബും ഖുർആൻ ചൊല്ലു കിതാബുടെ ആൽമാർ, അതായത് കിതാബുടെ ആൽമാർ ചൊന്നെങ്കിൽ തൗറാത്തും ഇഞ്ചീൽ സബൂർ ഇതൊരു ആൽമാർ, അതായത് നസ്വാറാക്കളും യഹൂദിങ്ങൾ ഇങ്ങനെ ಬಗ್ಗೆ അതിലും പ്രധാനമായിട്ട് യഹൂദിങ്ങളെ മൂസാ നബി അലൈഹിസ്സലാമുടെ അനുയായിങ്ങാണ്ട് അറിയപ്പെട്ടങ്ങനത്തെ യഹൂദിങ്ങളെ ಬಗ್ಗೆ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ചൊന്നിട്ടുള്ള എന്തിനാണ് അവിടെ ചൊല്ലിയ അല്ലാഹു അങ്ങ മൂസാ നബി അലൈഹിസ്സലാമൊട്ടിಗೆ അങ്ങ കാട്ടിയങ്ങനത്തെ ലുൽമുങ്ങ മൂസ അങ്ങ ബനു ഇസ്രായേൽ മൂസാ നബി അലൈഹിസ്സലാം പണ്ട കാലത്തില് ഫിറഔന്റെ അടിമകളായിട്ട് ഭയങ്കരമായ അക്രമവും ശോഷണ അനുഭവിക്കിടങ്ങനത്തെ ഒരു സമൂഹമായിട്ടിന്നാർ. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിറഔന യസൂമൂനകും സൂഅൽ അദാബ്. അല്ലാഹു ഇതേ സൂറത്തുൽ ബഖറയിൽ ചൊന്നിട്ടുള്ള നിങ്ങൾ അല്ലാഹു തആല ഈ ബനു ഇസ്രായേലിട്ട് അല്ലാഹു തആല ചൊല്ലെ നിങ്ങളെ നാന് രക്ഷപ്പെടുത്തി അങ്ങനത്തെ ഒരു സന്ദർഭം നീ നെനപ്പാക്കുള്ള ഫിറഔന്റെ ശക്തമായ അതികഠിനമായ ശിക്ഷയിൽ നിന്നിട്ട് നിങ്ങളെ നാന് രക്ഷപ്പെടുത്തി അങ്ങനത്തെ ഒരു ടൈമുണ്ട്. അങ്ങനെല്ലാം അങ്ങുള്ള നിഅമത്തല്ല അല്ലാഹു തആല ചൊന്നിട്ടു അങ്ങ മൂസാ നബി അലൈഹി ഇസ്ലാമൊട്ടിಗೆ കാട്ടിയങ്ങനത്തെ ദുർവർത്തനങ്ങായിട്ട് പിന്നെ അല്ലാഹു തആല വിശദീകരിക്കല്. ദുർവർത്തനം ചൊന്നെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാം അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ട് ആ ഈജിപ്ത് ചൊല്ല റായത്തിൽ നിന്ന് അങ്ങനെ ബച്ചാവാക്കിയിട്ട് അങ്ങനെ നല്ലൊരു സുരക്ഷിതമായ പ്ലേസുകളെല്ലാം കുട്ടിയോണ്ട് പോയിട്ട് പോലും മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലങ്ങനത്തെ കാര്യങ്ങ ഒന്ന് കറക്റ്റായിട്ട് വിശ്വസിക്കൂ അതുപോലെ നടക്കൂ അങ്ങ് തയ്യാറായില്ല എന്നിട്ടാണ് വല്ലാതെ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ വല്ലാതെ അങ്ങ് ബേജാറാക്കുപാട്ടിയാർ. അത് അങ്ങ ശത്രു കയറ്റുന്നിട്ടില്ല മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ അനുയായിങ്ങാട്ടെ അറിയപ്പെട്ടിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ചൊന്ന പോലെ കേട്ടോണ്ടിരുന്നിട്ടില്ല. നോക്കൂറില്ല അങ്ങ് ചൊല്ലോർ പലക്കം നോക്കൂറു വൈദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ. മൂസാ നബി അലൈഹി ഇസ്ലാമോട്ടർക്ക് അങ്ങ് ചൊന്നാർ ഓ മൂസ നിന്റെ ഞങ്ങൾ വിശ്വസിക്കില്ല ഹത്താ നറല്ലാഹ ജഹ്റത്തൻ അള്ളാഹുടെ ലൈവായിട്ട് പബ്ലിക്കായിട്ട് കാണ്ടോടുത്തോല അള്ളാഹു താലിന്റെ ഞങ്ങളെ എതിർന്നു നേരെ ഡയറക്റ്റ് കാണ്ടോടുത്തോല ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കില്ല എന്നങ്ങ് ചൊന്നാർ. അങ്ങനെ ഓരോ കാര്യവും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഓരോ കാര്യവും പിന്നെ ഓരോ കാര്യവും അങ്ങ് പിന്നെ എല്ലാ കാര്യത്തിലും അനുസരണക്കേട് കാട്ടങ്ങനത്തെ ഒരു റൂപ്പാണ് കാണുക അവിടെ. പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം അങ്ങനെ കുട്ടിയോണ്ട് പോയിട്ട് അള്ളാഹു താല മൂസാ നബി അലൈഹി ഇസ്ലാമുടെയും അനുയായികൾട്ട ബൈത്തുൽ മുഖദ്ദസുൽ അങ്ങനത്തെ ആ ഭൂപ്രദേശത്തേക്ക് കടക്കൊരു അവിടെ നിങ്ങ പ്രവേശിച്ചിട്ട് അവിടെ നിങ്ങ താമസിക്കോറു ഉണ്ട് ചൊന്നപ്പ അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ കൗം ബനു ഇസ്രായേലിന്റെ കുട്ടിയോണ്ട് പോയിട്ട് ആ ഭാഗത്തില് അണ്ട് പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ അംഗീകരിക്കാത്ത അങ്ങനത്തെ ഒരു സമൂഹ ആ പ്രദേശത്തിൽ നിന്ന് അപ്പൊ അങ്ങനൊട്ടിಗೆ യുദ്ധാക്കിയിട്ട് ആ ജാഗത്തിന് നിങ്ങൾ കടക്കൊറുണ്ടാണ് അള്ളാഹു താല ആദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ യുദ്ധാക്കുകനായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ കൗമുരട്ട ആവശ്യപ്പെട്ടപ്പ അങ്ങനെ പലക്കെന്തരേറ്റിന്ത് ഖാലു യാ മൂസ ഇന്നാ ലൻ നദ്ഖുലുഹ അബദൻ മാ ദാമു ഫീഹാ. ആ പിന്നെ ഭൂമിയില് ആ പരിശുദ്ധമായ ഭൂമിയില് ഔടുള്ളങ്ങനത്തെ ആ ശത്രുങ്ങ ഉള്ളോടുത്തോല കാല അങ്ങക്കടോടുത്തോല കാലം ഞങ്ങ ആ ഭൂപ്രദേശത്തേക്ക് പറകു ഞങ്ങ തയ്യാറില്ല അവിടെ ഞങ്ങ കടക്കു തയ്യാറില്ല. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നീനും നിന്റെ റബ്ബ് പോയിട്ട് അവിടെ പോയിട്ട് നീ യുദ്ധാക്കിയോളൂ, നീനും നിന്റെ റബ്ബ് പോയിട്ട് യുദ്ധാക്കവിടെ ഞങ്ങ ഇവിടെ മെതച്ചിരിക്കുന്ന ഞങ്ങ യുദ്ധത്തിക്ക് റെഡിയില്ല എന്ന രൂപത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കൗമായ ഇങ്ങനത്തെ ബനു ഇസ്രായേൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഒട്ടിಗೆ ചൊന്നേ. അതായത് ചൊന്നോട്ടില്ലേ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ അനുയായിങ്ങ ഒന്ന് കറക്റ്റായിട്ട് ഈമാൻ വയ്ക്കുക, കറക്റ്റായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ചൊന്നതുപോലെ അനുസരണ കാട്ടുക അങ്ങ് തയ്യാറായി ഉണ്ടിരുന്നിട്ടില്ല. വല്ലാതെ അങ്ങ് അനുസരണക്കേട് കാട്ടിയാർ. നോക്കോറ് നിങ്ങൾ ഇതേ പലക്ക ഇപ്പൊ ചൊന്ന ഇതേ പലക്കത്തെ ബദറിൽ വെച്ചിട്ട് ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ചൊന്നിട്ട് വന്നേ ഈ സൂറത്തുൽ ബഖറയില് സാധാരണ പിന്നെ പേജിങ് അള്ളാഹു തആല ബനു ഇസ്രായേലിന്റെ ഈമാനില്ലായ്മയ അങ്ങനെ ഈമാൻ ബൈക്കാത്ത ഒരു അവസ്ഥയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുസരണ ആ കാട്ടാത്ത ആ അവസ്ഥ എല്ലാം വിശദീകരിച്ചിട്ടാണ് അള്ളാഹു തആല ചൊന്നിട്ടുള്ള ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ.
ബനു ഇസ്രായേലിന്റെ ആൽമാറ് കാട്ടിയതുപോലെയല്ല ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൗമു ആമന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും വിശ്വസിച്ചിട്ട് വൽ മുഅ്മിനൂൻ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഉള്ളങ്ങനത്തെ ഖൗമു ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഉള്ളങ്ങനത്തെ അനുയായിങ്ങ സ്വഹാബിങ്ങ അങ്ങവും ഈമാൻ വെച്ചാർ വഖാലു സമഅന വഅതഅന ഈമാൻ വെച്ചാറിട്ട് മാത്രല്ല അങ്ങ് ചൊന്നാർ സമഅന വഅതഅന ഓ നബിയെ നിങ്ങ ചൊന്നതെല്ലാം ഞങ്ങ കേക്കട നിങ്ങ ചൊന്നതെല്ലാം ഞങ്ങ കൃത്യമായിട്ട് ഞങ്ങ പിന്നെ സ്വീകരിക്കട വഅതഅന ഞങ്ങ അനുസരണ കാട്ടറ ഞങ്ങ ബനു ഇസ്രായേൽ ആക്കിയതുപോലെ ഞങ്ങ ഒരിക്കലും ആക്കില്ല അങ്ങ പിന്നെ കേക്കും തയ്യാറില്ല ಅಂತ അനുസരണ കാട്ടവും തയ്യാറില്ല ಅಂತ ഞങ്ങ അങ്ങനല്ല ഞങ്ങ കേക്കും എല്ലാത്തും ഞങ്ങ തയ്യാറുള്ള എന്ന രൂപത്തിലാണ് സ്വഹാബിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ പ്രതിക്രിയാക്കി ആ ഒരു സ്വഭാവ കാട്ടിയത് കൊണ്ടിട്ടാണ് അല്ലാഹു തആല ആ സ്വഹാബിങ്ങു ഈ ആയത്തിൽ അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലേ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങളായ ആൽമാറും നബിത്തങ്ങളൊട്ടിಗೆ ഈമാൻ വെച്ചാർ നിങ്ങൾ നോക്കൊരു ബദർ നടക്കണങ്ങനത്തെ ടൈം ബദർ ചൊല്ലെ യുദ്ധ അത് കേവಲ ഒരു സാധാരണ ഒരു യുദ്ധ ആയിട്ടില്ല ಅಂತ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ യുദ്ധത്തെ മുന്നിൽ അള്ളാഹുടൊട്ടിಗೆ ദുആർക്കുമ്പോ എന്താണ് ചൊന്നേ റബ്ബേ ഈ യുദ്ധത്തിൽ മാത്ത് ഈ നന്റെ അനുയായിങ്ങ മാത്ത് ഷഹീദായി പോയെങ്കിൽ ഇങ്ങ മാത്ത് നശിച്ചു പോയിട്ടായെങ്കിൽ ലൻ തുഅബദ അബദ നീ ഒരിക്കലും ഇനി ആരാധിക്കപ്പെടുക പോണില്ല നിന്റെ ഇലാഹായിട്ട് സ്വീകരിക്കണങ്ങനത്തെ ഒരാളും ഇനി ഉടയ്ക്കാലായിട്ടാണ് അതായത് ആ പലക്കത്തിൽ നിന്ന് അർത്ഥാക്കണം എന്തേ ഇണ്ട് ആരെങ്കിലും ഒരുത്ത മുസ്ലിം ആയിട്ടുള്ളാണ് നിങ്ങെല്ലാരും ഈമാനോട് കൂടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചോണ്ടുള്ളാട്ടായെങ്കിൽ അത് അണ്ട് ബദറിൽ പങ്കെടുത്തങ്ങനത്തെ നബിയും സ്വഹാബത്ര കാരണം കൊണ്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തണ്ട് പോരാടിയത് കൊണ്ടിട്ട് പോരാടിയിട്ട് ഇസ്ലാമുടെ നിലനിപ്പാട്ടിയത് കൊണ്ട് മാത്രാണ് ഉണ്ട് നാനും നിങ്ങെല്ലാരും മുസ്ലിം ആയിട്ടില്ലേ അർത്ഥം അപ്പൊ അത്രയും മഹത്വമേറിയ അങ്ങനത്തെ ആ യുദ്ധത്തില് സ്വഹാബിങ്ങനെ ഒരു സന്നദ്ധത അങ്ങ് എത്രത്തോല സന്നദ്ധരായിട്ടിന്നാറ് നബിത്തങ്ങൾ എത്ര അങ്ങ് ഈമാൻ വെച്ചിന്നാറ് നബിത്തങ്ങളെ അനുസരണാക്കുക അങ്ങ് എത്ര റെഡി ഇന്നാറ് ചൊല്ലേക്ക് ഒരു പലക്ക് നോക്കൊരു മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ബദറിലെ ആ യുദ്ധം നടക്കുന്ന ടൈമിലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് ചൊല്ലു ലാ നഖൂലു കമാ ഖാല ഖൗമു മൂസ ഓ നബിയെ മൂസ നബി അലൈഹി സ്വലാമുടെ കൗമ് ചൊന്ന പോലത്തെ പലക്ക നിങ്ങൾ ഒരിക്കലും നിങ്ങളിട്ട് ചൊല്ലില്ലേ മൂസ നബി അലൈഹി സ്വലാമുടെ കൗം എന്തിനു ചൊന്നേ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഓ മൂസ നീനും നിന്റെ റബ്ബ് പോയിട്ട് നിങ്ങൾ യുദ്ധാക്കൊറുണ്ടാണ് നിങ്ങമേ യുദ്ധാക്കിയുള്ളൂ ഞങ്ങൾക്കുണ്ടാവില്ലേട്ടാണ് മൂസ നബിയുടെ കൗമ് മൂസ നബി അലൈഹി സ്വലാമൊട്ടിಗೆ ചൊന്നി വലാകിന്ന നുഖാതിലു അൻ യമീനിക വഅൻ ശിമാലിക വബൈന യദൈക വഖൽഫക ഓ നബിയെ ഞങ്ങ അങ്ങനെ ചൊല്ലില്ലാട്ട് മാത്രല്ല ഞങ്ങ നിങ്ങളെ ബൽത്തമോത്തിലും എടത്തമോത്തിലും എതിർലും പെരുളുമായിട്ട് എല്ലാ നിലക്കും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ആക്കിയിട്ട് ഞങ്ങ യുദ്ധാക്കുക തയ്യാറുള്ള ഞങ്ങ ഈ ശത്രുങ്ങളെ നേരിടുക ഞങ്ങ തയ്യാറുള്ള എന്ന് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നുണ്ട് അപ്പൊ ഫറഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റഖ വജ്ഹുഹു വസറഹു നബി തങ്ങളെ മുഖം ഇങ്ങനെ പ്രകാശിച്ചിട്ട് ഇങ്ങനെ ബിർനിത്തിട്ടാണ് ആ പലക്ക കേട്ടിട്ട് നബി തങ്ങൾക്ക് വല്ലാതെ സന്തോഷായിട്ട് അപ്പൊ ആ രൂപത്തിലുള്ള സ്വഹാബിങ്ങ അല്ലെ ആ ഒരു സന്നദ്ധതയും ഈമാനും അങ്ങനെ അനുസരണയും ഇതെല്ലാം കാട്ടിയത് കൊണ്ടിട്ടാണ് അല്ലാഹു തആല ചൊന്നിട്ടുള്ള ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ ബനു ഇസ്രായേൽ കാട്ടിയതുപോലത്തെ അനുസരണക്കേട് നബിത്തങ്ങളെ കൗമു കാട്ടിട്ടില്ലേ നബിത്തങ്ങളെ കൗമു അങ്ങ് ശരിക്കും വിശ്വസിച്ചാറ് വഖാലു സമിഅനാ വഅതഅന വിശ്വസിച്ചാറിട്ട് മാത്രല്ല ഈമാൻ വെച്ചാറിട്ട് മാത്രല്ല കംപ്ലീറ്റ് അങ്ങ് നബിത്തങ്ങു അനുസരണെ കാട്ടിയാറ് ചൊന്നാർ ഞങ്ങൾ അനുസരണെ കാട്ടാൻ ചൊന്നാർ അപ്പൊ ആ നിലക്ക് നോക്കുമ്പോ ഈ ആയത്തുക്ക് ആ നിലക്ക് വലിയ മഹത്വമുണ്ട് ചൊന്നല് ഇതിലെ മുന്നൽ ബണ്ട ആയത്തിലെ നിലക്ക് നോക്കുമ്പോൾ ആ നിലക്കുള്ള ഒരു യോജിപ്പ് ഈ ആയത്ത് കൊണ്ടുണ്ട് ഞങ്ങൾ മനസ്സിലാക്കും മുഅ്മിനീങ്ങ ഈമാൻ
വെച്ചിറാರಂట അല്ലാഹു തആല ചൊല്ലുമെന്നോളൂ. അല്ലാഹു തആല ഫസ്റ്റ് എന്നൊരു ചൊന്നെ ആമന റസൂൽ, ഈ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈമാൻ വെച്ചിര്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും മുഅ്മിനൈഡ് വിശ്വസിച്ചിട്ടാണ് ഫസ്റ്റ് ചൊല്ല്. എന്തി കാണുന്നു നബി തങ്ങളെ ചൊല്ലണ അഗത്യ. റസൂൽ നബി തങ്ങ റസൂലാണല്ലേ. റസൂലായാൾക്ക് സ്വന്തത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ വേറെ വിശ്വാസം എന്നിട്ട് കാര്യമില്ല. ഏതൊരു ആശയവും ചൊന്നോട്ട് പണ്ട ഒരാള്, ഏതൊരു ആശയ സമൂഹത്തെ മുന്നൊരു പ്രസന്റ് ആക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് അയാൾ ചൊല്ലിയ കാര്യത്തിൽ അയാൾക്ക് ഒരു നമ്പിക്ക വേണം, അയാൾക്ക് ഒരു ദൃഢമായ ഒരു വിശ്വാസം വേണം. എന്നെങ്കിലേ അതൊക്കെ നിലനിൽപ്പില്ല. നിങ്ങൾ നോക്കൂ, ലോകത്തിൽ എത്രമാ ആൾമാർ എന്തെല്ലാം ആശയങ്ങളുടെ ചൊന്നുപോയിടാറ്, എന്തെല്ലാം രൂപത്തിലുള്ള അങ്ങനത്തെ ധർമ്മവും അതല്ലാത്ത ബാക്കിയുള്ള എന്തെല്ലാം ആശയങ്ങളല്ല ലോകത്തിൽ അവതരിപ്പിച്ചു പോയിടാറ്. പക്ഷെ അങ്ങുകെ സ്വന്തമായിട്ട് പരിപൂർണമായിട്ട് അതിൽ നമ്പിക്കയില്ല. എത്ര ആൾമാർ ഫസ്റ്റ് ചൊന്നതിൽ പിന്നെ പിന്നെ അങ്ങമേ പെറുചാരാറ്. കാരണം അത് അങ്ങ് ചൊന്നങ്ങനത്തെ ഒരു വിഷയ അത് പിന്നെ നടക്കില്ല, ഈ ലോകത്തിൽ നടക്കില്ല എന്നിട്ട് അങ്ങക്ക് മനസ്സിലായപ്പ അങ്ങമേ അതിൽ നിന്ന് പെറുചാരാറ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി തങ്ങ ചൊന്നങ്ങനത്തെ വിഷയങ്ങൾ അങ്ങനത്തെ ലാട്ട്പോട്ട് വിഷയങ്ങനത്തല്ല. നബി തങ്ങ സ്വന്തത്തില് ശക്തമായ ബലമായ നമ്പിക്ക എന്നിട്ടാണ് അത് സമൂഹത്തെ മുന്നിൽ അവതരിപ്പിച്ചത്. അള്ളാഹുടെ ಬಗ್ಗೆ അവതരിപ്പിക്കുമ്പോ, ഏകനായ റബ്ബുടെ ಬಗ್ಗೆ അവതരിപ്പിക്കുമ്പോ നബിത്തങ്ങൾക്ക് ഫസ്റ്റ് പരിപൂർണമായ ഈമാൻ എന്നിട്ടാണ് നബിത്തങ്ങ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് ചെറിയൊരു വിഷയമൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, ജർമ്മനിയുടെ ഒരു വലിയൊരു എഴുത്തുകാർത്തിയായിട്ട് ഇങ്ങനത്തെ ആനിമേരി ഷിമ്മൽ ചൊന്നിട്ട് ഒരു വലിയൊരു എഴുത്തുകാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ധാരാളമായിട്ട് എഴുതിയ അങ്ങനത്തെ ഒരു എഴുത്തുകാരിയാണ്. ഫസ്റ്റ് പിന്നെ മുസ്ലിം ആയിട്ടില്ല, പിന്നെ ഇസ്ലാമുടെ ಬಗ್ಗೆ പഠിച്ചിട്ട് ആഴമായിട്ട് പഠിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ പഠിച്ചിട്ട് പിന്നെ മുസ്ലിം ആയതാണ്. നബി തങ്ങളെ ಬಗ್ಗೆ പിന്നെ എഴുതിയങ്ങനത്തെ ആനിമേരി ഷിമ്മൽ ചൊന്നിട്ടുള്ള സ്ത്രീ എഴുതിയങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ലോകം അറിയപ്പെട്ട അങ്ങനത്തെ ഒരു ഗ്രന്ഥമായിട്ടിക്കറ് ആൻഡ് മുഹമ്മദ് ഈസ് ഹിസ് മെസ്സഞ്ചർ ചൊന്നിട്ടുള്ള പിന്നെ ഒരു ബുക്ക്, ഒരു പിന്നെ ഗ്രന്ഥ, വളരെ പ്രധാനപ്പെട്ട നബിത്തങ്ങളെ ബഗ്ಗೆയുള്ള അങ്ങനത്തെ ആഴത്തിലുള്ള അങ്ങനത്തെ ഒരു അധ്യയനായിട്ടിക്കറ ആ ബുക്ക്. അപ്പൊ അയിമ ഇസ്ലാമുടെ ಬಗ್ಗೆ ധാരാളമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അയിമകു ഇസ്ലാമുലു ആകർഷണം ഉണ്ടാവുകയുള്ള അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ വിശദീകരിക്കും. എന്താണ് ഇസ്ലാമുലു അയിമകു പ്രധാനമായിട്ടുണ്ടായ ആകർഷണം? അത് ഒരു സംഭവമായിട്ടിക്കറ്. എന്തിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മദീനത്തിക്ക് വന്നപ്പ, മദീനത്തിൽ ഹിജ്റ വന്നപ്പ മദീനത്തിൽ വലിയ ഒരു ഉപദ്ര ആയിട്ടിന്നെ യഹൂദികളെ കൊണ്ടിട്ടുള്ള ഉപദ്രാണ്. മക്കത്തില് മുശ്രിക്കീങ്ങ ഇന്നാരണ്ടായെങ്കും അവിടെ നബിത്തങ്ങു മുശ്രിക്കീങ്ങ നബിത്തങ്ങളെ ചുറ്റുമുത്തലിൽ അങ്ങനത്തെ ഖുറൈശിങ്ങ നബിത്തങ്ങളെ സ്വന്തം കുടുംബത്താൽമാരാണ്. അപ്പൊ അങ്ങ വഞ്ചന ചതി ചൊല്ല വിഷയമില്ല. അങ്ങ എന്തിനെങ്കിലും നബിത്തങ്ങളെ കൊല്ലിട്ടെങ്കിൽ കൊല്ല രൂപത്തിലുള്ള ആ പ്ലാനും ആ രൂപത്തിലുള്ള നേരായിട്ടുള്ള അങ്ങനത്തെ ശത്രുത്വമാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ശത്രുത്വമായിട്ട് എന്ത് മക്കത്തെ മുശ്രിക്കീങ് ಹೋಗಿന്നി. അതേ ടൈമിലു മദീനത്തിക്ക് വന്നപ്പ നബിത്തങ്ങു എದುರಿಸനായത് അവിടെ മെയിനായിട്ട് ഇന്ന ശത്രുങ്ങ യഹൂദിങ്ങായിട്ടിന്നാണ്. യഹൂദിങ്ങ വലിയ ചതിയന്മാരാണ്, എല്ലാ കാലത്തിലും വലിയ ചതിയന്മാരായിട്ടുള്ള ആൾമാരാണ് യഹൂദിങ്ങ. ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോ അങ്ങ് ശത്രുത്വ കാട്ടില്ലെങ്കും ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാ നിലക്കും ചതിക്കിടങ്ങനത്തെ ഒരു ആൾമാരായിട്ടിന്നാണ്. രണ്ടും നോക്കൊരു യഹൂദിങ്ങളെ കൊണ്ടുള്ള ഷർറ് അത് വലിയ ഷർറാണ്. അപ്പൊ മദീനത്തേക്ക് വന്നപ്പോ അങ്ങനത്തെ ഒരു വലിയ ഷർറും വലിയൊരു ഉപദ്ര ഇന്നത് കൊണ്ടിട്ട് നബിത്തങ്ങു ഒരു പിന്നെ മനസ്സമാധാനത്തോടു കൂടെ ഒന്ന് ഉറങ്ങുക നബിത്തങ്ങുക ആയിട്ടിന്നിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കണങ്ങനത്തെ ഒരു ഹദീസിൽ കാണ്ട് മദീനത്തേക്ക് വന്ന ആ തുടക്ക ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജാവുക ഉറങ്ങിയിട്ടിന്നിട്ടില്ല. അങ്ങനെ ഒരു നാൾ നബിത്തങ്ങു ജാവു ഉറക്കുമെന്നോട്ടിന്നിട്ടില്ല. എന്നിട്ട് നബിത്തങ്ങ ചൊന്തു ലൈത റജുലൻ സ്വാലിഹൻ യഹ്റുസുനി അല്ലൈലത, ഈ ജാവുകു ഒരു സ്വാലിഹായ ഒരു നല്ല ഒരു മനുഷ്യ, ധീരനായ ഒരു മനുഷ്യ നക്കൊരു കാവല് നിന്നെങ്കിൽ നല്ലിന്തല്ലേ, ഞാൻ ഒന്ന് ഉറങ്ങത്തല്ലേ എന്ന് നബിത്തങ്ങ ചൊന്തു.
അപ്പൊ അങ്ങനെ നബിത്തങ്ങ ഇങ്ങനെ ചൊന്നോണ്ടിരിക്കുമ്പോഴാണ് فبينما نحن كذلك إذ سمعنا خشخشة السلاح. അങ്ങനെ നബിത്തങ്ങ് ചൊല്ലുമ്പോഴാണ് പർത്തില് ഒരു ആയുധത്തെ സൗണ്ട് കേൾക്കണ്. ആയുധ ഇങ്ങനെ പിന്നെ അവിടെ തട്ടറങ്ങനത്തെ ഒരു സൗണ്ട്, തലവാറ് അപ്പരിപ്പറ താണ്ടിറങ്ങനത്തെ ഒരു സൗണ്ടാണ് കേൾക്കണത് നബി. അപ്പൊ തന്നെ നബിത്തങ്ങ കേട്ട് മൻഹാദ, ആരാണ് പർത്തിലുള്ളത്? അപ്പ സഅദ് ബിൻ വഖാസ് റളിയല്ലാഹു അൻഹു ചൊന്തു, നബിയെ നാനാണ് പർത്തിലുള്ളത്. സഅദ് ബിൻ വഖാസ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു, നബിയെ നാണ് പർത്തിലുള്ളത്. അപ്പൊ നബി തങ്ങ കേട്ട് മാജാബിക്ക, എന്തിಗೆ നീங்க വന്നറാറ്? അപ്പ സഅദ് റളിയല്ലാഹു അൻഹു ചൊന്തു, നബിയെ നാനിങ്ങനെ ഔത്തുലിക്കുമ്പോ നന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പേടിയായിട്ട്. നബിത്തങ്ങക്ക് എന്തിനാ ഇങ്ങ ആവിടാ, മദീനത്തേക്ക് ബന്നത്തരല്ലേ, യഹൂദിങ് ചുറ്റുമുട്ടുള്ള യഹൂദിങ്ങും ഉള്ളാറ്, പിന്നെ പുതിയ ആൾമാരാണ് മദീനത്തിലുള്ളേ, അങ്ങനെ പരിപൂർണമായിട്ട് അങ്ങനെ നമ്പോകോ ആവില്ല എന്ന രൂപത്തില് നക്കൊരു പേടിയായിട്ട് ഫജിഅ്തു അഹ്റുസു, നബിയെ നാന് കാവല് നിൽക്കോന്ന് ചൊന്നിട്ട് നാൻ ബന്നരാൻ ചൊന്നിട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷായിട്ട്. നബി തങ്ങ മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നതാണ്, പെട്ടെന്ന് അത് സഅദ് ബിൻ വഖാസ് റെഡി ആയിട്ട് വന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അയലുക്ക് വേണായിട്ട് ദ്വാർന്നിട്ട് പിന്നെ നല്ല രൂപത്തിൽ ഉറങ്ങിട്ട്. അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇക്കുമ്പോഴാണ് നബിത്തങ്ങൾ ഇങ്ങനെ കാത്തോണ്ടിരിക്കുമ്പോ അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങോകു കൊറിയ കഴിഞ്ഞിട്ട് ഒരു ആയത്ത് ഇറങ്ങട്. എന്താണ്? അല്ലാഹു തആല ഖുർആനിൽ ചൊന്ന വല്ലാഹു യഅ്സിമുക മിനന്നാസ്, ഓ നബിയെ നിങ്ങളെ കാക്കോകു, നിങ്ങളെ സംരക്ഷണാക്കോകു ഒരാളുടെയും അകത്തിയില്ല, അല്ലാഹു നിങ്ങളെ സംരക്ഷണാക്കട. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, ആൽമാറിൽ നിന്നിട്ട്, ആൽമാരെ ഉപദ്രത്തിൽ നിന്നിട്ട്, ആൽമാരെ ഷർറിൽ നിന്നിട്ട് അല്ലാഹു നിങ്ങളെ കാക്കട നബിയേട്ട് അല്ലാഹു തആല ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കിയ. അത് ഇറക്കലോടുകൂടെ നബി തങ്ങ തന്റെ ടെന്റിൽ നിന്നിട്ട്, തന്റെ ആ ഒരു ഔത്തിൽ നിന്നിട്ട് തല പറത്തിട്ടിട്ട്, എന്നിട്ട് നബിത്തങ്ങളെ കാക്കൊക്കെ ബന്ധങ്ങനത്തെ, അത് ഒരാളിന്നാറുണ്ടും ജണ്ടാലിന്നാറിട്ടല്ല അഭിപ്രായമുണ്ട്. ആ കാക്കൊക്കെ ബന്ധങ്ങനത്തെ ആൽമാരട്ട ചൊന്തു അയ്യുഹന്നാസ് ഇൻസരിഫു ഫഖദ് അസ്വമനില്ലാ, ഓ മനുഷ്യന്മാരെ നിങ്ങൾ ഇനി പോവരു, അല്ലാഹു തആല നക്ക് ഗ്യാരണ്ടി തന്നറ, നന്റെ സംരക്ഷണാക്കണായിട്ട് നക്ക് ഗ്യാരണ്ടി തന്നറ. ഈ ഒരു പലക്ക ആയിട്ടിക്കറ് ഈ ചൊന്നങ്ങനത്തെ ആനിമേരി ഷിമ്മൽക്ക് വലിയ ആകർഷണം ഉണ്ടായി. എന്തിരെ നിങ്ങൾ നോക്കൊരു ഒരു പിന്നെ നക്കലിയായിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രവാദി, ഒരു നബി മാത്ത ആയിട്ടിന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളായിട്ടിന്നിട്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പലക്ക അല്ലാഹു യഅ്സിമുക മിനന്നാസ് ചൊന്നിട്ടു അല്ലാഹു തആല ചൊന്നിട്ടിന്നെങ്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പലക്ക കിട്ടിന്നിട്ടെങ്കും ഒരിക്കലും നബി തങ്ങു അങ്ങനെ ഒരു ധൈര്യം വരാലಂತ അല്ലെ. അള്ളാഹു ചൊന്നിട്ടിന്നെങ്കും പ്രത്യക്ഷത്തിൽ നാണ് നണ്ടൊരു പ്രൊട്ടക്ഷൻ നാണ് നോക്കണല്ലേ, ഈ മനുഷ്യന്മാർ ഇക്കട്ട്, ഈ മനുഷ്യന്മാരെ പ്രൊട്ടക്ഷൻ വേണല്ലേ, ആർക്ക് നമ്പുകാവു എന്ന രൂപത്തിലായിട്ടിക്കു തിങ്കാക്കട്ടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയ ഒരാളായിട്ട്. പക്ഷേ നബിത്തങ്ങു അള്ളാഹുല് ചൊന്നങ്ങനത്തെ പലക്ക, അള്ളാഹു ചൊന്ന് കൊടുത്തങ്ങനത്തെ പലക്കത്തിലുള്ളങ്ങനത്തെ വിശ്വാസ ഈമാൻ, അത് എത്ര ഒരു ഈമാൻ നോക്കൂ. അള്ളാഹു ചൊന്നപ്പമേ നബിത്തങ്ങു പിന്നെ ആരകത്തിയില്ല പോറു, നിങ്ങളെ ഔത്തുക്ക് പോയിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കോറു, നക്ക് ഇനി നിങ്ങളെ പ്രൊട്ടക്ഷന്റെ അകത്തില്ല എന്ന രൂപത്തില് നബിത്തങ്ങ കടത്തിക്കൊണ്ടു. അപ്പൊ അള്ളാഹുല് ചൊന്നങ്ങനത്തെ സ്വന്തത്തില് നബിത്തങ്ങുല്ലങ്ങനത്തെ ഈമാൻ, അത് എന്തൊരു ദൃഢമായ ഈമാനാണ്, എന്തൊരു ദൃഢമായ വിശ്വാസമാണ്. അതെ നാൻ സ്വന്തമായിട്ട് നാൻ അവതരിപ്പിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ റബ്ബു, പിന്നെ ആ റബ്ബുലുള്ള അങ്ങനത്തെ വിശ്വാസ, നബിത്തങ്ങുകിന്ന വിശ്വാസ, അത് കേവല വിശ്വാസമല്ല, ദൃഢമായ വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം അത് ഭയങ്കര അത്ഭുതകരമായ വിശ്വാസമായിട്ട് കയറിയിട്ടാണ് ഈ ഘടനയിൽ നിന്ന് ആർക്ക് മനസ്സിലാക്കുവായെ ആനിമേരി ഷിമ്മിൽ നിങ്ങൾ ചൊന്നങ്ങനത്തെ ആ പെണ്ണിങ്ങു മനസ്സിലാക്കുകയെ. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയ ഒരാളായിട്ടെങ്കിൽ അതിലൊരിക്കലും ഇങ്ങനെ ഒരു അദൃശ്യമായ ഒരു ശക്തിയല്ലേ അള്ളാഹു ചൊല്ലത്, പ്രത്യക്ഷത്തിൽ ഇപ്പൊ നമുക്ക് കാണുക അവിടെ ഇല്ലല്ലേ. അങ്ങനെ ഒരു അദൃശ്യമായ ശക്തിയുടെ ഒരു സമയം അങ്ങനെ ഒരു പിന്നെ ഭറവസ കിട്ടിയിട്ടെങ്കിൽ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയ ഒരാളുണ്ടായെങ്കിൽ അയാൾ ഒരിക്കലും പിന്നെ പ്രത്യക്ഷത്തിലുള്ള പ്രൊട്ടക്ഷൻ വേണ്ടാണ്ട് ഒരിക്കലും ചൊല്ലില്ല. ഇക്കട്ടപ്പറ അങ്ങനെ നമ്പുകാവില്ലല്ലോ. ചിലപ്പോ പിന്നെ കൈവിട്ടെങ്ക എന്ന രൂപത്തിലല്ല ചിലപ്പോ അയാൾ ഒരു ആതങ്ക ഒരു പേടിക്കും. അങ്ങനത്തെ ഒരു പേടിയും നബിത്തങ്ങും ഇന്നിട്ടില്ല, അങ്ങനത്തെ ഒരു ആതങ്കവും നബിത്തങ്ങും ഇല്ലാണ്ടെ പരിപൂർണമായ അചലമായ നമ്പിക്കയാണ് അള്ളാഹുലു നബിത്തങ്ങ വെച്ചിട്ടിന്ന്.
ആ ഒരു ನಂಬಿಕೆ കണ്ടിട്ടാണ് ഈ പെണ്ണിങ്ങ ഇസ്ലാമുക്ക് വലിയ ആകർഷണം ഉണ്ടായി. അത് തന്നെയാണ് അള്ളാഹു താല ഇവിടെ ചൊന്നിട്ടില്ല, ആമന റസൂൽ, ഈ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ശരിക്ക് ഈമാൻ ദൃഢമായ വിശ്വാസം ಹೊಂದಿರು, കേവല വിശ്വാസമല്ല, പരിപൂർണമായ 100% ഉള്ള പോലത്തെ വിശ്വാസാണ് ഈ പിന്നെ റസൂലുകുല്ലേ. അതുപോലെ വൽ മുഅ്മിനൂൻ, നബി തങ്ങളൊട്ടിಗೆ കൂടിയങ്ങനത്തെ മുഅ്മിനീങ്ങളും വിശ്വാസ, അത് കേവല വിശ്വാസമല്ല. സ്വഹാബിങ്ങുല്ലങ്ങനത്തെ പ്രധാനപ്പെട്ട സംഗതി അങ്ങനെ അങ്ങക്ക് വലിയ മഹത്വം ഉള്ളങ്ങനത്തെ ഒരു സംഗതി, അത് അങ്ങനെ നിസ്കാരമാ, നോമ്പ, ഹജ്ജ ഇങ്ങനത്തെ അമലുങ്ങന്തുമായിട്ടില്ല ಅಂತ അങ്ങക്കുള്ളങ്ങനത്തെ അങ്ങനെ എല്ലാ മനുഷ്യന്മാരൊക്കെയാണ് അമ്പിയാക്കന്മാരെ കഴിഞ്ഞെങ്കിൽ പിന്നെ മഹത്വല്ലേ സ്വഹാബിങ്ങുകല്ലേ. സ്വഹാബിങ്ങുക്ക് അത്ര മഹത്വം കിട്ടുകല്ലേ, കാരണ അങ്ങനെ ഈമാനായിട്ടിന്ത് അത് നമുക്ക് വേറെ പല ഘടനയിൽ നിന്നും സംഭവത്തിൽ നിന്നും മനസ്സിലാക്കുവോളൂ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിക്കുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.